കൂടി. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം അതും ഒന്ന് കരിഞ്ഞു പോകുന്നത്, ഫ്ലെയിം ഞാൻ ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണ നമുക്കിത് ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കുക, എന്നാൽ മാത്രമാണ് അത് നല്ലൊരു സോഫ്റ്റായി ചോറ് കിട്ടുന്നത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് 3 ടൊമാറ്റോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കുറച്ച് വലിയ ടൊമാറ്റോയാണ്, അത് 3 ടൊമാറ്റോ, ഒരു ചെറിയ 2 ഗ്ലാസ് അരി ആയതുകൊണ്ടാണ് 3 വലിയ ടൊമാറ്റോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കുറച്ച് കൂടുതൽ ചേർക്കുകയാണെങ്കിൽ, പിന്നെ കൂടുതൽ അരി എടുക്കുകയാണെങ്കിൽ അതനുസരിച്ച് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ചെറിയൊരു എരിവിന് വേണ്ടിയുള്ള ഒരു പിന്നെ കുറച്ച് മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. 2 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ചെറിയൊരു എരിവും കൂടെ ആണെങ്കിലാണ് കൂടുതൽ ടേസ്റ്റ് ആയിട്ട് തോന്നുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉപ്പാണ്. പിന്നെ ഉപ്പ് കൂടി ചേർത്ത്, ഇനി നിങ്ങൾക്ക് തൈര് കയ്യിലുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ പുളി അധികം ഇല്ലാത്ത തൈര് ചേർത്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്താലും മതിയാകും. അപ്പോൾ ഞാൻ തൈര് ഇപ്പം ഞാൻ ചേർക്കുന്നില്ല. ഇതുപോലെ നല്ല വെന്ത് കുഴഞ്ഞ് ഇരിക്കുന്ന ഈ പരുവം ആകുമ്പോഴത്തേക്കും നമുക്കിനി നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇപ്പോൾ 2 ചെറിയ ഗ്ലാസ് അരിയാണ് കഴുകിയെടുത്തത് ഇതിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ 2 ഗ്ലാസ് അരിക്ക് 4 ഗ്ലാസ് വെള്ളത്തിൻ്റെ അളവാണ്.